അസ്സലാമലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് തക്കാളി കൊണ്ട് നല്ലൊരു സമ്മന്തി ഉണ്ടാക്കിയാലോ? നല്ലൊരു സമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ദോശയ്ക്കും പിന്നെ പാലപ്പം അതിക്കൊക്കെ തേങ്ങാ ചട്നിയൊക്കെ എല്ലാം ഉണ്ടാക്കാം. അപ്പോൾ തക്കാളി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടൊരു സമ്മന്തി ഉണ്ടാക്കുക. ഈ സമ്മന്തി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രക്കും ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആ വെളിച്ചെണ്ണ നല്ല ഒന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 5-8 അല്ലി വെളുത്തുള്ളി പിന്നെ തൊലിച്ചതും, പിന്നെ ഒരു 15 ചെറിയ ഉള്ളി ഉണ്ടാവും, അതും തൊലിച്ചിട്ട് ഒന്ന് കീറിയെടുത്തതാണ് അതും. ഇനി 2 തക്കാളി നല്ലൊന്ന് പിന്നെ കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് മൂന്നും ഒരുമിച്ച് തന്നെ ഇട്ടാൽ മതി. അപ്പോൾ ഒരു വെളുത്തുള്ളി ഇട്ട് ചീരുള്ളി ഇട്ട് അതൊക്കെ ഒന്ന് വഴഞ്ഞതിന് ശേഷം പിന്നെ തക്കാളി ഇട്ട് അങ്ങനെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇത് മൂന്നും ഒപ്പം തന്നെ ഇട്ടിട്ട് നല്ല ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ. ഉപ്പിട്ട് കൊടുത്താൽ വേഗം ഒന്ന് വഴന്ന് കിട്ടിക്കോളും. അങ്ങോട്ട് നല്ലോണം ഒന്ന് ഈ തക്കാളി നല്ല വെന്ത് ഉടഞ്ഞിട്ട് ഈ വെളിച്ചെണ്ണയൊക്കെ മേലെ അത് തെളിഞ്ഞ് വരണം. അതുവരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് അടച്ചു വെച്ചിട്ട് പിന്നെ ഒന്ന് വേവിച്ചെടുത്താലും വേഗം കണ്ട് വെന്തിട്ടിക്കോളും. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് നേരം ഒന്നുകൊണ്ട് അടച്ചിട്ട് ചെറിയ തീയിൽ വെക്കട്ടെ, അടച്ചിട്ട്. അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോകും. കരിയാൻ പാടില്ല. കരിഞ്ഞാൽ പിന്നെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അപ്പോൾ കരിയാതെ തന്നെ സൂക്ഷിച്ചിട്ട് നല്ല ഒന്ന് ഇതുപോലെ നല്ല വഴറ്റിയെടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ നല്ല ഒന്ന് വെന്ത് ഉടഞ്ഞ് നമ്മൾ ഈ എണ്ണയൊക്കെ മേലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളിതുപോലെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഈ ഇതിലേക്ക് ഇനി കുറച്ച് മുളക് പൊടി നമ്മൾക്ക് ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ എണ്ണ കണ്ട മേലൊക്കെ തെളിഞ്ഞ് വരുന്ന ഇതുപോലെ ആയി കിട്ടണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നല്ല ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പിന്നെ ഒരു ദിവസം പിന്നെ ദോശയ്ക്ക് വെള്ളപ്പത്തിലേക്കൊക്കെ റെഡിയാക്കി നോക്കി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്ത് അപ്പോൾ ഈ തക്കാളിൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നല്ല ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുളക് പൊടിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് പച്ചച്ചോയൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതൊക്കെ നല്ലൊന്ന് വഴഞ്ഞതിന് ശേഷം ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഈ മല്ലിയില ഇട്ടുകൊണ്ട് പിന്നെ നമുക്കത് ഗ്യാസ് കൊണ്ട് ഓഫ് ചെയ്യുക. അപ്പം പിന്നെ തക്കാളി ചൂടുള്ള ചട്ടിയല്ല, അപ്പോൾ ഈ കിടന്നുകൊണ്ട് തന്നെ ആ ഏലക്ക ഒന്നുകൊണ്ട് വാടിക്കോളും. അത്രയൊക്കെ മതി, അങ്ങനെ വാടിയാൽ മതി. പിന്നെ കുറേ കത്തിച്ച് ചൂടാക്കി വേവിക്കൊന്നും വേണ്ട. എന്നിട്ട് നല്ലൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട്, അപ്പം ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ അരച്ചെടുത്തു. നമ്മൾ അടിപൊളി നല്ല ടേസ്റ്റിയുള്ള സമ്മന്തി ഇവിടെ റെഡിയാക്കി. നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ സമ്മന്തി റെഡി ആക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ കമൻറ്റൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് യാത്രയൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ അത് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു സമ്മന്തിയാണ്. കേടൊന്നും ആവില്ല. പിന്നെ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കുക. അതേപോലെ നമ്മൾ തക്കാളിയൊക്കെ വേവിക്കുമ്പോൾ നല്ല ഒന്ന് പിന്നെ വെന്തിട്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. അപ്പോൾ അതുവരെ നമ്മളിത് പിന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ വെള്ളം ചേർക്കാതെ, ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. അപ്പോൾ ഇത് കേടാകാതെ നമുക്ക് പിന്നെ നമ്മൾ യാത്രയൊക്കെ പോകുന്ന സമയത്തൊക്കെ അത് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ്. അപ്പോൾ ഞാനിതുപോലെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പം നമുക്ക് പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇൻഷാ അല്ലാഹ്.